CPM മന്ത്രിമാരെ കുറിച്ച് ഏകദേശ ധാരണയായി. 12 മന്ത്രിമാർ, 2 സ്ത്രീകൾ. CPM സെക്രട്ടേറിയറ്റ് പൂർത്തിയായി. അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും. വിവരങ്ങളുമായി ന്യൂസ് റൂമിൽ ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുന്നു. ദിനകർ, എങ്ങനെയാണ് ഒരു സാധ്യതാ പട്ടിക? ഇക്കാര്യത്തിൽ ഇനി സംസ്ഥാന സമിതിയുടെ അന്തിമമായ അംഗീകാരം വേണം. മറ്റൊന്ന്, കഴിഞ്ഞ VS മന്ത്രിസഭയിലുള്ള ആരൊക്കെയാണ് ഇത്തവണ ഉള്ളത്? പുതുമുഖങ്ങൾ ആരൊക്കെയാണ്? അരുൺ, CPM മന്ത്രിമാരെ സംബന്ധിച്ച് ഏകദേശ ധാരണയായിരിക്കുന്നു. പരിഗണനയിൽ ഉള്ളവർ ഇവരാണ്: ഡോക്ടർ TM തോമസ് ഐസക്, EP ജയരാജൻ, AK ബാലൻ, KK ശൈലജ, TP രാമകൃഷ്ണൻ, G സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, C രവീന്ദ്രനാഥ്, KT ജലീൽ, മേഴ്സിക്കുട്ടിയമ്മ, AC മൊയ്തീൻ എന്നിങ്ങനെ 11 പേരാണ് മന്ത്രി പട്ടികയിൽ ഉള്ളത്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേരായിരിക്കും മന്ത്രിസഭയിൽ CPMൻ്റെ പ്രതിനിധികളായി ഉണ്ടാവുക. 19 അംഗ മന്ത്രിസഭയായിരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്നാൽ അത് 20ലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ധാരണ ആയിട്ടില്ല. അത് LDF യോഗത്തിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ. മന്ത്രിസഭയിൽ 8 പുതുമുഖങ്ങളാണ് ഉള്ളത്. അത് ഇപ്രകാരമാണ്: EP ജയരാജൻ, KK ശൈലജ, TP രാമകൃഷ്ണൻ, കടകംപള്ളി സുരേന്ദ്രൻ, C രവീന്ദ്രനാഥ്, KT ജലീൽ, മേഴ്സിക്കുട്ടിയമ്മ, AC മൊയ്തീൻ എന്നീ 8 പേരാണ് മന്ത്രിസഭയിൽ പുതുമുഖങ്ങളായിട്ട് ഉള്ളത്. 3 പേരാണ് പരിചയസമ്പന്നർ ഉള്ളത്. ഡോക്ടർ TM തോമസ് ഐസക്, AK ബാലൻ, G സുധാകരൻ എന്നിങ്ങനെ 3 പേരാണ് പുതുമുഖങ്ങളായിട്ടുള്ളത്. 2 വനിതാ മന്ത്രിമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. KK ശൈലജ ടീച്ചറും അതോടൊപ്പം തന്നെ മേഴ്സിക്കുട്ടിയമ്മ എന്നീ 2 പേരെയാണ് 2 വനിതാ മന്ത്രിമാരെ കൂടിയാണ് പരിഗണനയിലുള്ളത്. ഈ മന്ത്രിമാരുടെ പേരുകൾ അല്ലെങ്കിൽ പരിഗണിക്കുന്നവരുടെ പേരുകൾ നാളെ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അംഗീകാരത്തോടെയാകും അന്തിമമായി പട്ടിക പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ ഔദ്യോഗികമായി മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയുള്ളൂ. ഇത് പരിഗണനയിലുള്ളവരുടെ പേരുകൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ആവുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുമുള്ളൂ. 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. തോമസ് ഐസക്, EP ജയരാജൻ, KK ശൈലജ ടീച്ചർ, AK ബാലൻ എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ. എന്തായാലും മന്ത്രിമാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ സ്പീക്കറായി P ശ്രീരാമകൃഷ്ണൻ്റെ പേരുമാണ് പരിഗണനയിൽ ഉള്ളത്. അതും സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച ശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അംഗീകാരത്തോടെയായിരിക്കും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം LDF യോഗം AKG സെൻറ്ററിൽ ചേരുന്നുണ്ട്. LDF യോഗത്തിൽ ഘടകകക്ഷികൾക്ക് നൽകേണ്ട മന്ത്രി സ്ഥാനങ്ങൾ സംബന്ധിച്ചും മന്ത്രിമാരെ നൽകണം എന്നത് സംബന്ധിച്ചും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചും തീരുമാനം കൈക്കൊള്ളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 മണിക്കാണ് AKG സെൻറ്ററിൽ LDF യോഗം ചേരുക. CPIയെ സംബന്ധിച്ചിടത്തോളം 4 മന്ത്രിമാരായിരിക്കും CPIക്ക് നൽകുക. അതോടൊപ്പം NCP, ജനതാദൾ, കോൺഗ്രസ് എന്നിവർക്ക് ഓരോ വീതം മന്ത്രിമാരും നൽകാനുള്ള സാധ്യത ഉണ്ട്. അത് ഒക്കെയും LDF യോഗത്തിൽ മാത്രമേ അന്തിമമായി തീരുമാനിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. അല്പം മുൻപ് KB ഗണേഷ് കുമാറും അതോടൊപ്പം തന്നെ R ബാലകൃഷ്ണപിള്ളയും AKG സെൻറ്ററിൽ എത്തി ചർച്ച നടത്തുന്നുണ്ട് CPM നേതാക്കളുമായി. അതോടൊപ്പം കാനം രാജേന്ദ്രനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ഇപ്പോൾ AKG സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും യോഗം ചേരുന്നുണ്ട്. ഇതിൽ മന്ത്രിമാരെ സംബന്ധിച്ച് ധാരണ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPIയുടെ മന്ത്രിമാരുടെ പേരുകൾ പരിഗണനാ പട്ടികയിൽ ഉള്ളവർ C ദിവാകരൻ, മുല്ലക്കര രത്നാകരൻ, E ചന്ദ്രശേഖരൻ, VS സുനിൽകുമാർ, ES ബിജുമോൾ, K രാജു തുടങ്ങിയവരാണ് മന്ത്രിമാരുടെ പരിഗണനാ പട്ടികയിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം നാളെ ഉച്ചയ്ക്ക് ശേഷം CPM MLAമാരായി തിരഞ്ഞെടുക്കപ്പെട്ട CPM അംഗങ്ങളുടെ യോഗം നാളെ AKG സെൻറ്ററിൽ ചേരുന്നുണ്ട്. നിയമസഭാ കക്ഷി നേതാവായി നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. അതോടൊപ്പം 25-ാം തീയതി സത്യപ്രതിജ്ഞ സെക്രട്ടേറിയറ്റിന് പുറകുവശത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ നടക്കുക. സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു. ദിനകർ, ഒരു കാര്യം കൂടി, ഓരോ MLAമാർ മാത്രം ഉള്ളവർക്ക് മന്ത്രിസ്ഥാനം വന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നിലവിൽ ലഭ്യമാകുന്നുണ്ട്? പ്രത്യേകിച്ച് നേരത്തെ KB ഗണേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞതുപോലെ. മറ്റൊന്ന്, 2 തവണ തുടർച്ചയായി പാർലമെന്ററി രംഗത്തേക്ക് വന്നവരെ സംബന്ധിച്ച് CPIയിൽ നിലവിൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് നൽകിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് സുനിൽകുമാറിന്റെ കാര്യമൊക്കെ പ്രത്യേകം പറയുമ്പോൾ. അരുൺ, ഓരോ MLAമാരുള്ള, അതായത് LDFനെ പുറത്തു നിന്ന് പിന്തുണ നൽകുന്ന ഓരോ MLAമാരുള്ള പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം നൽകണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന LDF യോഗത്തിലായിരിക്കും ഇക്കാര്യം അന്തിമമായി തീരുമാനിക്കുക. നൽകേണ്ടതില്ല എന്നാണ് പൊതുവെയുള്ള തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനപ്പുറമുള്ള തീരുമാനം LDF യോഗത്തിലായിരിക്കും കൈക്കൊള്ളുക. അതോടൊപ്പം അരുൺ സൂചിപ്പിച്ചതുപോലെ CPI മന്ത്രിമാരെ സംബന്ധിച്ച്
പുതുമുഖങ്ങൾക്ക് പ്രാമുഖ്യം നൽകണമെന്നുള്ള ഒരു നിലപാടാണ് പാർട്ടി നേതൃത്വത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരൊക്കെയാകും മന്ത്രിപ്പട്ടികയിൽ ഇടം പിടിക്കുക എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. അക്കാര്യം നാളെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ആദ്യം ചർച്ചയ്ക്ക് വരിക. അതിനുശേഷമാവും സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് അന്തിമമായ തീരുമാനം കൈക്കൊള്ളുക. KG ദിനകറാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി തലസ്ഥാനം ഒരുങ്ങുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൻ ബഹുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഒരുക്കങ്ങൾ തുടങ്ങി. ബുധനാഴ്ച വൈകിട്ട് 5-നാണ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ജനപക്ഷ സർക്കാർ അധികാരത്തിലേറുമ്പോൾ സാക്ഷികളാകാൻ പരമാവധി ജനങ്ങൾക്ക് അവസരമൊരുക്കാൻ വേണ്ടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ സാധാരണ രാജ്ഭവൻ അങ്കണത്തിലാണ് നടക്കാറ്. എന്നാൽ 2006 VS അച്യുതാനന്ദൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് തലസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുജനങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു. പുതിയ LDF മന്ത്രിസഭയും ആ മാതൃക പിന്തുടരുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ബുധനാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻ ജനാവലിയാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തുക. 50,000-ഓളം പേർക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിനുള്ള സൗകര്യമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുങ്ങുന്നത്. വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം പുതിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരവേൽക്കാൻ സെക്രട്ടേറിയറ്റും ഒരുങ്ങുന്നു. ഉമ്മൻചാണ്ടിയും മുൻ മന്ത്രിമാരും ഓഫീസുകൾ ഒഴിഞ്ഞതോടെ അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. NCPയുടെ മന്ത്രിയെ നാളെ അറിയാമെന്ന് NCP നേതാവ് പ്രഫുൽ പട്ടേൽ. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപനമുണ്ടാകും. NCPക്ക് ഉചിതമായ വകുപ്പ് നൽകണമെന്ന് പിണറായിയോട് ആവശ്യപ്പെടുമെന്നും പ്രഫുൽ പട്ടേൽ പറഞ്ഞു. I will. Of course, we have 2 MLAs. We have to make from our MLAs only. And as I said, we have discussed amongst ourselves. I will be going back to Delhi today, reporting to our party president. And after that, by tomorrow, I will be sending a communication to the LDF leadership as to our nominee for the government. ദില്ലിയിലെ CPM ആസ്ഥാനത്തേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. BJP പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്തു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സാർലിംഗ് ചേരുന്നു. സന്തോഷ്, വിശദാംശങ്ങൾ. അരുൺ, BJP ദില്ലി സംസ്ഥാന അധ്യക്ഷൻ സതീഷ് ഉപാധ്യായയുടെ നേതൃത്വത്തിലായിരുന്നു CPIM ദേശീയ ആസ്ഥാനത്തിന് നേരെ ആക്രമണം. കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് AKG ഭവന് നേരെ പ്രകടനം നടത്തുമെന്ന് നേരത്തെ BJP പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ AKG ഭവന് മീറ്ററുകൾക്കകലെ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷെ പ്രകടനക്കാർ എത്തിയതോടെ പോലീസ് പിൻവാങ്ങി. ബാരിക്കേഡുകളെല്ലാം നിഷ്പ്രയാസം അവർ തകർത്തു. പിന്നീട് പ്രകടനക്കാർ കേരളത്തിന് നേരെയും CPM-ന് നേരെയും മുദ്രാവാക്യം വിളികളുമായി AKG ഭവന് നേരെ ആഞ്ഞെടുത്തു. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ അസഭ്യം പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്റുകളും ഉയർത്തിയായിരുന്നു പ്രകടനം. AKG ഭവന് ഉള്ളിലേക്ക് കടക്കാനും പ്രകടനക്കാർ ശ്രമിച്ചു. കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ AK ഗോപാലൻ ഭവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചുവന്ന ബോർഡ് കല്ലുകൊണ്ട് ഇടിച്ച് പ്രവർത്തകർ തകർത്തു. ഏകദേശം 2 മണിക്കൂറോളം റോഡ് മുഴുവൻ അഴിഞ്ഞാടുകയായിരുന്നു ഈ BJPയുടെ പ്രവർത്തകർ. എന്തായാലും കേരളത്തിൽ പാർട്ടി നേടിയ ജനാധിപത്യ വിജയം അംഗീകരിക്കാൻ BJPക്ക് കഴിയാത്തതുകൊണ്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. ഈ രവിശങ്കർ പ്രസാദ് ഇന്നലെ പരസ്യമായ പ്രസ്താവന നടത്തിയിരുന്നു. BJP കൃത്യമായ താക്കീത് CPM-ന് നൽകുകയും ചെയ്തിരുന്നു. പാർലമെന്റിനകത്ത് മാത്രമല്ല പുറത്തും നേരിടും എന്ന്. അതിന്റെ പ്രകടമായ ഒരു പ്രതികരണം എന്ന നിലയിൽ കൂടി ഇതിനെ നിലവിൽ കാണാമോ? തീർച്ചയായും രവിശങ്കർ പ്രസാദിന്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കണ്ട് തന്നെയാണ് BJP ഇത്തരത്തിലൊരു ആക്രമണം ആസൂത്രണം ചെയ്തത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഡൽഹി പോലീസും അവരോടൊപ്പം നിന്നു. ഡൽഹി പോലീസ് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയായിരുന്നു. ഈ ബാരിക്കേഡുകളൊക്കെ ഒരു പേരിന് വേണ്ടി ചെയ്തു എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിലൊരു ശക്തമായ പ്രതിഷേധം ഉയർത്താനോ ഇവർ ആക്രമണം നടത്തിയപ്പോൾ ഇവരെ ഓടിച്ചു വിടാനോ പോലും തയ്യാറായില്ല. സന്തോഷ്, ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന്. ജനവിധി അംഗീകരിക്കാൻ BJP തയ്യാറാകുന്നില്ല എന്നതിന്റെ സൂചനയാണ് AKG ഭവന് നേരെയുള്ള ആക്രമണമെന്ന് സീതാറാം യെച്ചൂരി. BJP ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നിർത്തണം. പ്രചണ്ഡമായ പ്രചരണം നടത്തിയിട്ടും കേരളം BJPയെ തള്ളിക്കളഞ്ഞു. BJP നടത്തുന്നത് ജനവിധിക്കെതിരായ ആക്രമണമാണെന്നും സീതാറാം യെച്ചൂരി ദില്ലിയിൽ പറഞ്ഞു. In a victory procession on the 19th, when the results were announced in Kerala, they attacked a victory procession, throwing bombs and killing one of our comrades. 4 were very severely injured. And this happened all across the state of Kerala, that the BJP is simply just not willing
to accept the democratic verdict of the people of Kerala. And it is their complete lack of respect and faith in the democratic process, which is again reflected today. കേരളത്തെ വിഴുങ്ങാനായി വാപിളർന്നു നിൽക്കുന്ന വിഷപ്പാമ്പിന്റെ പിടിയിൽ നിന്നും ഭാവി തലമുറയെ രക്ഷിക്കാൻ കേരളത്തിൽ ഇടതുഭരണം വരേണ്ടത് അനിവാര്യമായിരുന്നുവെന്ന് വി.എസ്. അച്യുതാനന്ദൻ. ദേശീയ തലത്തിൽ വർഗീയതയ്ക്ക് എതിരെ സന്ധിയില്ലാതെ പോരാട്ടം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമരശക്തി നിലനിർത്താനും കേരളത്തിലെ ഇടതു വിജയം അനിവാര്യമായിരുന്നു. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരായ പോരാട്ടങ്ങൾ തുടരും. തെരഞ്ഞെടുപ്പിനിറങ്ങിയത് ചരിത്രപരമായ കടമ നിറവേറ്റാനാണ്. നിറവേറ്റിയത് സമൂഹത്തോടും പാർട്ടിയോടും ജനങ്ങളോടുമുള്ള കടമയാണെന്നും വി.എസ്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നു. സംസ്ഥാന ബി.ജെ.പി നേതൃത്വത്തിനെതിരെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്ത്. തന്റെ തോൽവിക്ക് പിന്നിൽ ജില്ലാ സംസ്ഥാന നേതാക്കളായിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പരാതി നൽകി. ബി.ജെ.പി കോർ കമ്മിറ്റി യോഗത്തിലും വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാനാവാത്തതിനു പുറകെ ബി.ജെ.പി സംസ്ഥാന ഘടകത്തിൽ തർക്കം രൂക്ഷമാവുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച തന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ ബി.ജെ.പി നേതാക്കൾ തന്നെ ശ്രമിച്ചെന്ന പരാതിയുമായി ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശോഭ ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പരാതി നൽകി. മുൻ സംസ്ഥാന അധ്യക്ഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ വി മുരളീധരനും ബി.ജെ.പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ സി കൃഷ്ണകുമാറും ചേർന്ന് തന്നെ തോൽപ്പിക്കാൻ ചരട് വലിച്ചെന്നാണ് പരാതി. ഒരു മദ്യവ്യവസായിയെ കൂട്ടുപിടിച്ചായിരുന്നു ഈ നീക്കമെന്നും പരാതിയിൽ പറയുന്നു. ബി.ജെ.പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലടക്കം താൻ പുറകോട്ട് പോയി. മിക്കയിടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും ലഭിച്ചില്ല. സംസ്ഥാന ജില്ലാ നേതാക്കൾ ചേർന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന് വോട്ട് മറിക്കുകയായിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നതിനെതിരെ ജില്ലാ നേതൃത്വത്തിൽ നിന്നും നേരത്തെ തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. ശോഭയെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ജില്ലാ നേതൃത്വം പ്രതിഷേധം പരസ്യമാക്കുകയും ചെയ്തു. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിച്ച സി കൃഷ്ണകുമാറിനെ മാറ്റിയതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. തെരഞ്ഞെടുപ്പിൽ തോറ്റ മറ്റു ചില നേതാക്കൾക്കും സമാന രീതിയിലുള്ള പരാതിയുണ്ടെന്നാണ് സൂചന. ഇതോടെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ചേരിപ്പോര് തെരഞ്ഞെടുപ്പിന് ശേഷം രൂക്ഷമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുഡ്വിൻ ജ്വല്ലറിയുടെ 1ാം വാർഷികാഘോഷങ്ങൾക്ക് തൃശൂർ കുറുപ്പം റോഡ് ഷോറൂമിൽ തുടക്കമായി. ഗുഡ്വിൻ ഗ്രൂപ്പ് ചെയർമാൻമാരായ എ.ജി. മോഹനൻ, ശാന്ത മോഹനൻ എന്നിവർ ചേർന്നാണ് പരിപാടിയിൽ ഭദ്രദീപം കൊളുത്തിയത്. തേറമ്പൽ രാമകൃഷ്ണൻ, കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ, ജയരാജ് വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഗുഡ്വിൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ സുധീഷ് കുമാർ, സുധീർ കുമാർ എന്നിവർ അറിയിച്ചു. തിരുവല്ലയിൽ നവീകരിച്ച KGA കോണ്ടിനെന്റൽ എലൈറ്റ് ഹോട്ടലിന്റെ ഉദ്ഘാടനം മാർക്ക് ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്ത നിർവഹിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു.